സ്വർണത്തിനൊപ്പം വെള്ളിക്കും വില കുതിച്ചുയരുന്നതിനിടയിൽ വെള്ളിയാഭരണ ഇറക്കുമതിക്ക് കടിഞ്ഞാണിട്ട് സർക്കാർ. സ്വതന്ത്ര വ്യാപാര കരാർ ദുരുപയോഗപ്പെടുത്തി പ്രധാനമായും തായ്ലൻഡിൽ നിന്നും മറ്റും ഇറക്കുമതി നിർബാധം നടക്കുന്നത് ഇന്ത്യയിലെ ബിസിനസിനും തൊഴിലാളികൾക്കും ദോഷമാണെന്ന് കണ്ടതോടെയാണിത്. അടുത്ത വർഷം മാർച്ച് 31 വരെ വിലക്ക് തുടരും. വെള്ളിക്ക് ഗ്രാമിന് ഇപ്പോൾ 144 രൂപ, സ്വർണം 85 രൂപ ഇടിഞ്ഞ് ഗ്രാമിന് 10,490. GST ഇളവുകൾ വന്നതോടെ ഓൺലൈൻ വ്യാപാരം കൂടുതൽ ഉഷാർ. ഇളവിന്റെ ആദ്യ 2 ദിവസങ്ങളിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് പ്ലാറ്റ്ഫോമുകളിൽ വിൽപ്പന 25% വരെ വർദ്ധിച്ചതായി കണക്കുകൾ. ഇന്ത്യയിലെ മുൻനിര വ്യവസായ കുടുംബങ്ങളിലൊന്നായ ഹിന്ദുജയുടെ ഉടമസ്ഥതയിലുള്ള അശോക് ലൈലാൻഡ് ലിഥിയം അയോൺ സെൽ സാങ്കേതികവിദ്യ സ്വായത്തമാക്കാൻ ചൈനീസ് ബാറ്ററി നിർമ്മാതാക്കളായ കാൽബ് ഗ്രൂപ്പ് കമ്പനിയുമായി ബന്ധത്തിന് 20 വർഷത്തേക്കാണ് കരാർ. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ നാടിന്റെ ശക്തിയാണെന്നും MSME വളർച്ചയിൽ ഇന്ത്യയിൽ പ്രമുഖ സ്ഥാനത്താണ് കേരളമെന്നും വ്യവസായ മന്ത്രി P. രാജീവ് ധനം ബിസിനസ് മീഡിയ തൃശൂരിൽ സംഘടിപ്പിച്ച MSME സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംരംഭങ്ങൾക്ക് സമ്മിറ്റ് പകർന്നു നൽകിയത് പുതിയ ഉയരങ്ങളിലേക്കുള്ള ബിസിനസ് തന്ത്രങ്ങൾ. കൊച്ചി വിമാനത്താവളത്തിൽ പ്രവർത്തനത്തിന്റെ 1 വർഷം പിന്നിട്ട 0484 എയറോ ലോഞ്ച് ഇതുവരെ ഉപയോഗപ്പെടുത്തിയത് 25,000 പേർ. റൂം ബുക്കിംഗ് 12,000. സിയാലിന്റെ വ്യോമേതര വരുമാനം വർദ്ധിപ്പിക്കാൻ കണ്ടെത്തിയ മാർഗങ്ങളിലൊന്നാണ് എയ്റോ ലോഞ്ച്. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.